ഋതുവിന്റെ ഇഷ്ട വിഭവങ്ങളിലൊന്നാണ് കൊഞ്ച്. നിങ്ങളൊക്കെ ചെമ്മീൻ എന്നായിരിക്കും പറയുന്നത്, പക്ഷെ ഞങ്ങൾ ഈ കൊഞ്ചെന്ന് പറഞ്ഞ് ഈ കൊഞ്ചെന്നല്ലാതെ വായിൽ വേറൊന്നും വരില്ല. അപ്പൊ നമുക്ക് ഇന്നൊരു കൊഞ്ച് റൈസ് ഉണ്ടാക്കാം. ആദ്യം തന്നെ അരി നമുക്ക് വേവിക്കാൻ വെക്കാം. വേവിക്കാൻ വെക്കുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് വെക്കുക. അരി വേവിച്ച് മാറ്റിയതിനു ശേഷം ഒരു പാനിൽ നമുക്ക് കൊഞ്ചും ഫ്രൈ ചെയ്യാൻ എടുക്കാം. കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വളരെ സിമ്പിളായ മസാലകൾ മാത്രമേ ഇവിടെ ചേർത്തിട്ടുള്ളൂ. മുളക് പൊടിയും കുരുമുളകും ഉപ്പും ഇട്ടാണ്. കൊഞ്ച് ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ, അതായത് മസാല കിട്ടുന്നതിനെക്കാട്ടി മുന്നേ ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൽ മസാല പുരട്ടി ഒന്ന് വറുത്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആണ്. കൊഞ്ച് വെളിച്ചെണ്ണയിലാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തത്. വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു ക്യാരറ്റും സവാളയും ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു സൈഡിലോട്ട് മാറ്റി ഒരു സൈഡിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് നമ്മൾ മൂപ്പിച്ച് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ മലയാളികളുടെ ഒരു എളുപ്പപ്പണി അല്ലെങ്കിൽ ഉടായ്പ പണി എന്നൊക്കെ പറയാം. എങ്ങനെയായാലും പണികൾ വേഗം തീർക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ക്യാരറ്റ് സവാളയും ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിന് ശേഷം നമ്മുടെ റൈസും എടുത്ത് ഇതിലോട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ച് റൈസ് തയ്യാറായിരിക്കുന്നു. വളരെ ടേസ്റ്റി ആയ ഒരു കൊഞ്ച് റൈസ് ആണിത്. ഇനി വീട്ടിൽ കൊഞ്ച് വാങ്ങുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു. മുത്തേ, ഒന്ന് വേഗം ഒന്ന് അഭിപ്രായം പറഞ്ഞേ. ഓക്കേ.